തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ബിജെപിക്കൊപ്പം ചേർന്ന് സ്വതന്ത്രാംഗത്തെ പ്രസിഡന്റാക്കി. സ്വതന്ത്രയായി മത്സരിച്ച ടെസി ജോസ് കല്ലറയ്ക്കലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 24 അംഗങ്ങളിൽ ടെസിക്ക് 12 വോട്ട് ലഭിച്ചു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച 8 അംഗങ്ങളും ബിജെപിയുടെ 3 അംഗങ്ങളും ടെസിക്ക് വോട്ട് ചെയ്തു. വലിയ ഒറ്റകക്ഷിയായ LDFിനെയാണ് നിരൂപപ്പെട്ട സഖ്യം അട്ടിമറിച്ചത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, മറ്റത്തൂരിൽ എങ്ങനെയാണ് ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്? കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന് 8 പേർ ഇപ്പോൾ ബിജെപിയെ പിന്തുണച്ചിരിക്കുന്നു, അല്ലേ? സ്മൃതി, മൊത്തം 24 അംഗങ്ങൾ എന്നുള്ളതായിരുന്നു ഈ പഞ്ചായത്തിൽ, മറ്റത്തൂർ പഞ്ചായത്തിലെ കക്ഷിനില. അതിൽ 10 UDFിന്റെ അംഗങ്ങൾ, 10 LDF, 4 BJP എന്നുള്ളതായിരുന്നു കക്ഷിനിലയിലുണ്ടായിരുന്നത്. 8 കോൺഗ്രസിന്റെ അംഗങ്ങളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിരുന്നത്. മുൻ കോൺഗ്രസ് നേതാക്കളായിരുന്നു 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിച്ച് പിന്നീട് അവർ UDFിനെ പിന്തുണയ്ക്കുന്നു. ഇന്നിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 8 വാർഡ് അംഗങ്ങളാണിപ്പോൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായിട്ടുള്ള വിവരം പാർട്ടിയെ അറിയിക്കുന്നത്. പാർട്ടിയിലെ ചില നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മൊത്തം 8 അംഗങ്ങളിൽ 2 പേർ ഇവരെ പിന്തുണച്ചതിൽ ഔസേപ്പ് എന്ന് പറയുന്ന മുൻ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു, കോൺഗ്രസിന്റെ ഇവിടെയുള്ള മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന വ്യക്തി LDFിലോട്ട് പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള കൗൺസിൽ അംഗങ്ങൾ, അതായത് വാർഡ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ ഭാരവാഹികളൊക്കെ തന്നെയുണ്ട്. അവർ ആ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതിൽ സ്വതന്ത്രയായി മത്സരിച്ച് നേരത്തെ UDFിനെ പിന്തുണച്ച കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിരുന്ന ടെസി ജോസ് കല്ലറയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 24 അംഗങ്ങളിൽ മൊത്തം 12 വോട്ടാണ് ടെസിക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച രാജിവെച്ച കോൺഗ്രസിലെ 8 അംഗങ്ങളുടെ വോട്ടിനോടൊപ്പം BJPക്ക് ലഭിച്ച BJP വിജയിച്ച 4 അംഗങ്ങളിൽ 3 അംഗങ്ങളുടെ വോട്ട്, ഒരു വോട്ട് BJPയുടേത് അസാധുവായിട്ടുണ്ട്. അങ്ങനെ 3 അംഗങ്ങളുടെ വോട്ടിന്റെ പിന്തുണയോടെ 12 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ടെസി ജോസ് കല്ലറയ്ക്കൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ വാർഡംഗവും നേതാവ് കൂടിയായിട്ടുള്ള നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ടെസി ജോസ് കല്ലറയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. BJPയുടെ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് BJPയുടെ ഒരു പ്രതികരണം തേടാമെന്ന് തോന്നുന്നു. BJPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. അങ്ങ് BJPയുടെ മണ്ഡലം പ്രസിഡന്റ്, പേരെന്താണ്? അരുൺ. ഇപ്പോൾ BJP എന്താണ് BJPയുടെ നിലപാട് നിലവിൽ? BJPയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി ഇവിടെ LDFാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കറിയാം ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വതന്ത്രമായി ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു ടീം UDFിൽ നിന്ന് മാറി നിന്നപ്പോൾ അതിനെ BJP പിന്തുണച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ വിജയിപ്പിച്ച 8 അംഗങ്ങളാണല്ലോ ഈ പറയപ്പെടുന്ന 8 വാർഡംഗങ്ങൾ എന്ന് പറയും. സ്വാഭാവികമായിട്ട് അവർ കോൺഗ്രസിന്റെ അംഗങ്ങൾ തന്നെയാണല്ലോ. രാജി എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്നു. പിന്നെ രാജിവെച്ചാൽ ഏത് രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും രാജിവെച്ചാൽ സ്വതന്ത്രരായി. നമുക്കറിയാം ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്തത് സത്യത്തിൽ LDFാണ്. അവർക്ക് 10 മെമ്പർമാരുള്ള സമയത്ത് അവർ ഒരു കോൺഗ്രസിൽ നിന്നും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ ഔസേപ്പ് എന്ന് പറഞ്ഞ വ്യക്തിനെ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണ്. ായിട്ട് UDFിലെ വിമതപക്ഷം, അതായത് UDFിൽ നിന്നും രാജിവെച്ചിറങ്ങിയ വിമതപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. BJPയും കോൺഗ്രസിലെ വിമതപക്ഷവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു, അല്ലെ? LDFിനെതിരെ ഉള്ളതല്ല നമ്മുടെ കാര്യം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ ടെസി എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ അവർ സ്വതന്ത്രരാണ്. മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളാണെങ്കിൽ നമുക്കത് 100% നമ്മളത് പിന്തുണയ്ക്കാൻ പറ്റില്ല. സ്വതന്ത്രരായതുകൊണ്ട് നമുക്ക് മത്സരിച്ച് വിജയിച്ചതിനു ശേഷം കോൺഗ്രസിനല്ലേ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്? സ്വാഭാവികമായിട്ട് അവർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? അല്ല, അത് നമുക്ക് ആ സമയത്ത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ നിലവിൽ അവർ UDFിൽ നിന്ന് രാജിവെച്ചതായിട്ട് നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളിലും വന്നിട്ടുള്ളതാണ്, അല്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ടെസി ജോസ് കല്ലറയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ബാക്കിയുള്ള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വാർഡംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് കല്ലറയ്ക്കലുണ്ട്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബാക്കിയുള്ള വാർഡംഗങ്ങളൊക്കെ ഉണ്ട്. ടെസി അങ്ങാണോ? താങ്കളാണോ ടെസി? അതെ. ഒരു മിനിറ്റ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFിനെ പിന്തുണച്ച് മത്സരിച്ച് വിജയിച്ചതിനു ശേഷം UDFിനെ പിന്തുണച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇപ്പോൾ BJP ആദരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്മൃതി, അവരുടെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയുടെ ഉൾപ്പെടെ വോട്ടിന്റെ പിന്തുണയിലാണ് അങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണല്ലോ, അല്ലേ? ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതിൻ്റെ യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് വന്നത് LDFിൻ്റെ ഈ ദുർഭരണം അതൊന്ന് നമുക്ക് മാറ്റി പിടിക്കണം.
ഞാൻ യാദൃച്ഛികമായിട്ടാണ് എത്തിച്ചേർന്നത്, ഒരിക്കലും മുൻ തീരുമാനത്തിലല്ല. പെട്ടെന്ന് സ്വതന്ത്രയായ ടെസി നമുക്ക് ജോസിന് പിന്തുണ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നവർക്കും പുറത്തുനിന്നവരുടെ പിന്തുണയും ഒപ്പം തന്നെ BJPയുടെ പിന്തുണയും